സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും തെറ്റാതെല്ലായിടത്തും പറയുന്നുണ്ടെങ്കിലും എല്ലാ വീട്ടുകാരും ഇപ്പോഴും കൊടുക്കുന്നുമുണ്ട്, വാങ്ങുന്നുമുണ്ട്. അത് ചിലപ്പോൾ ചെറുക്കൻ്റെ വീട്ടുകാർ ഇത് വേണ്ട എന്ന് പറഞ്ഞാൽ തന്നെ പെണ്ണിൻ്റെ വീട്ടുകാർ കൊടുക്കുന്നവരുടെ അഭിമാനത്തിൻ്റെ ഒരു പ്രശ്നമായിട്ട് കാണുന്ന ഒരു കൂട്ടം ആൾക്കാരും ഉണ്ട്. നിങ്ങൾ ഇന്നത്തെ ഗോൾഡിൻ്റെ റേറ്റ് കണ്ടാടേ? ഞാൻ ഇപ്പോഴത് കാണുന്നത്. ഇന്നലെ ഗോൾഡിന് ഏകദേശം 1,00,000 രൂപയായി. ഇപ്പം കല്യാണം കഴിക്കാൻ പോകുന്നവരെ കാര്യം ആലോചിച്ച് നോക്കേ. അതായത് മെഹർ 3 പവൻ ഇടണമെങ്കിൽ തന്നെ 3,00,000 രൂപയായി. 10 വർഷം മുന്നേ ഗോൾഡിന് ഏകദേശം 20,000 രൂപ എങ്ങാണ്ട് ഉള്ളായിരുന്നു. ഇപ്പം ഒരു പവന് 1,00,000 രൂപ. അതായത് 4 ഇരട്ടി 5 ഇരട്ടി മാറ്റം. ഇങ്ങനെ വേണമെങ്കിൽ അടുത്ത 10 കൊല്ലത്തിനുള്ളിൽ ഒരു പവന് ചിലപ്പോൾ 5 ലക്ഷമൊക്കെ ആവുമല്ലോ. പ്രശ്നമല്ല. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പം മെഹറിൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ 3 പവന് അല്ലെങ്കിൽ 5 പവൻ മെഹർ ഇടുന്നവർ അത് തന്നെയാണ് ഇടുന്നത്. അല്ലെങ്കിൽ കുറഞ്ഞെണ്ണ നാണക്കേട്. പെണ്ണിൻ്റെ വീട്ടുകാരെയാണ് പ്രശ്നം. അതായത് എന്തുവാ ഈ 100 പവനും 50 പവനും കൊടുക്കുന്നവർ അത് തന്നെയാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. അതായത് കുറഞ്ഞു കൊടുക്കുന്നവർക്ക് നാണക്കേടാണ്. അല്ല, സമൂഹം എന്ത് വിചാരിക്കും, ചുറ്റുപാടുള്ള എല്ലാവരും എന്ത് വിചാരിക്കും. സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും തെറ്റാതെല്ലായിടത്തും പറയുന്നുണ്ടെങ്കിലും എല്ലാ വീട്ടുകാരും ഇപ്പോഴും കൊടുക്കുന്നുമുണ്ട്, വാങ്ങുന്നുമുണ്ട്. അത് ചിലപ്പോൾ ചെറുക്കൻ്റെ വീട്ടുകാർ ഇത് വേണ്ട എന്ന് പറഞ്ഞാൽ തന്നെ പെണ്ണിൻ്റെ വീട്ടുകാർ കൊടുക്കുന്നവരുടെ അഭിമാനത്തിൻ്റെ ഒരു പ്രശ്നമായിട്ട് കാണുന്ന ഒരു കൂട്ടം ആൾക്കാരും ഉണ്ട്. മനസ്സിലായില്ലേ? അതാണ് പ്രശ്നം. ഒരു മിഡിൽ ക്ലാസ് ഫാമിലി എടുക്കുകയാണെങ്കിൽ അവർ ചിലപ്പം 10 പവനെങ്കിലും കൊടുത്തെങ്കിലും ആ കുഞ്ഞിനെ ഇറക്കണം എന്ന് പറയുന്നത് കേൾക്കാം. ഇപ്പോഴും ആ 10 പവൻ കൊടുത്തിറക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും പല ആൾക്കാർക്കും 10 പവനേ കൊടുക്കുന്നുള്ളൂ. ആ ഒരു ഇതേ ഉള്ളൂ. ഈ 10 പവൻ ഇപ്പോൾ 10,00,000 രൂപയായെന്ന് ഓർക്കണം. പണിക്കൂലി എല്ലാം ഉൾപ്പെടെ 10-ന് മുകളിലാവും. അല്ലെങ്കിൽ എല്ലാവരും മനസ്സിലാക്കിയ ഒരു കാര്യം ചെയ്യണം. എന്തുവാ, ഗോൾഡിൻ്റെ റേറ്റ് കൂടുന്നതിനനുസരിച്ച് മെഹർ കൊടുക്കുന്നതായാലും ഇപ്പം നമുക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതായാലും എല്ലാവരും കുറച്ച് കൊണ്ടുവരണം. അല്ലാതെ ഇപ്പം 10 പവൻ കൊടുക്കുന്ന നാണക്കേട്, ഇല്ലെങ്കിൽ 20 പവൻ കൊടുക്കുന്നത് 20 രൂപ കൊടുക്കുന്നുള്ളൂ, 10 പവൻ കൊടുക്കും, അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. ഇപ്പോഴത്തുള്ള ആണായാലും പെണ്ണായാലും എല്ലാവരും പരസ്പരം പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഈ സ്വർണ്ണോ സ്ത്രീധനം അങ്ങനെ കൊടുക്കുന്നതും വാങ്ങുന്നതൊന്നും ഇഷ്ടമല്ല. പക്ഷേ ഇപ്പം നമ്മളായാലും ചിലപ്പോൾ നിൽക്കില്ല. നമ്മളെ വീട്ടിൽ ഇപ്പം എത്ര പറഞ്ഞാലും വീട്ടുകാർ ഉടനെ പറയും നിനക്കത് പറയാം, എന്താ നാണക്കേട് ഞങ്ങൾ നാട്ടുകാരെ മുഖത്ത് അങ്ങനെ നോക്കുന്നത്, ഇത്രയെങ്കിലും മിനിമം കൊടുക്കണ്ടേ.